ഹൃദയത്തിൽ ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ദൈവമകൻ പരിശുദ്ധാത്മാവേ സ്നേഹം ജലത്തിൻ അരുവിയ
ദൈവം നമ്മിൽ വാഴുന്നു എന്നുള്ള പരിശുദ്ധ പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് 2026 ഫെബ്രുവരി മാസം 21 തീയതി കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ ഇന്ന് 1079 എപ്പിസോഡാണ് നമ്മൾ ഈ തത്സമയ പ്രസരണം അയർലൻഡിലെ ആൻട്രീം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് രാവിലെ ചെയ്യുന്ന ആണിത്. ഇന്നത്തോടുകൂടി ഇവിടുത്തെ ധ്യാനം അവസാനിക്കും. ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് കെട്ടി ഞങ്ങൾ മാതാവിൻ്റെ പുണ്യസ്ഥലമായ അയർലൻഡിലുള്ള നോക്കിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി അവിടെ ചെന്ന്
തീർച്ചയായിട്ടും നാളെ അവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള കൃപയും ശക്തിയും തന്നെ കർത്താവേ. ഇന്ന് വളരെ ക്ഷീണമാണ്. എന്നിരുന്നാലും അതോടൊപ്പം തുടക്കത്തിൽ തന്നെ വീണ്ടും ചില ടെക്നിക്സ് പ്രോബ്ലങ്ങൾ വന്നു. അതുകൊണ്ടാണ് വൈകിയത്. ഇതിൻ്റെ എല്ലാം ക്ഷമയോടെ സഹകരിച്ച് നമുക്ക് കർത്താവിനെ നന്ദി പറയാം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ പ്രഭാതത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി സഭയുടെ ഈ പ്രബോധനങ്ങൾ പഠിക്കാനും നമ്മുടെ ആത്മാവിന് കരുത്ത് നൽകാനും ദൈവം തിരുമനസ്സായതിനെ പ്രതി. ബ്ലസ്സി രാജു, ബ്ലസ്സിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവളുടെ പ്രസവ സമയം അടുത്തിരിക്കുന്നു. അതേസമയത്ത് അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. കർത്താവെ, ആ മകളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണേ. ഈ അതുപോലെ അനേകർ നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം കർത്താവെ അങ്ങ് പരിപാലിക്കണേ. ആബാ പിതാവേ, ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. എന്ത് വേണം? അത് വേണോ? അത് നമ്മൾ പുറകെ നടന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കണം. നമ്മൾ പുറകെ നടന്ന് ചോദിക്കുമ്പോൾ അത് തരും. പക്ഷേ അതല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു രഹസ്യം. ദൈവം Praise you, Jesus. Thank you, Lord. Hallelujah, hallelujah, hallelujah. Praise the Lord. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഒരു മിനിറ്റ് ഒന്ന് നമുക്കൊരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ആ വചനം വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല.
ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ശലബല ഹലബല ഹലബല. എല്ലാവരും ഒരിക്കൽ കൂടി ആത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. ശക്തി നൽകണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ആമോസ് 3:8. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് സംസാരിച്ചു. ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? ഹലബല 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 ഹലബല. എല്ലാവരെയും ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ തത്സമയ പ്രസരണത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നവരും ഇനി പിന്നീട് പങ്കുചേരാവുന്നവരും എല്ലാവരെയും ദൈവമേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങേക്കറിയാമല്ലോ. കർത്താവേ, ഞങ്ങളൊരു ഉടമ്പടിയും ചേരുന്നില്ല. ഞങ്ങൾ അങ്ങുമായിട്ടുള്ള ഒരേ ഒരു ഉടമ്പടിയിലാണ്. അങ്ങ് ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് അറിയുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ പിതാവ് അറിയുന്നു. അതാണ് ഞങ്ങളുടെ ഉടമ്പടി. കർത്താവേ, ആ ഉടമ്പടി അനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരും എന്ന വിശ്വാസത്തിൽ പിതൃസ്നേഹവും വാത്സല്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ശലബല ഹലബല 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 ഹലബല. സ്നേഹമുള്ളവരെ, നമുക്ക് തുടങ്ങാം. സമയം വൈകി. 2565 അനന്തനന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. അതാണ് നമ്മുടെ ഉടമ്പടി. എന്താണ് നമ്മുടെ ഉടമ്പടി? അനന്തനന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലുമായിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഞാനൊരു നിമിഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം. തൊണ്ട ഒന്നുകൂടി ചൂടാക്കണം. ഓക്കെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോളൂ.
സ്നേഹമുള്ളവരെയും നമുക്ക് പ്രവചനത്തിനായിട്ടൊരുങ്ങാം. ദൈവമായ കർത്താവ് സംസാരിച്ചു. ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? താങ്ക് യു സണ്ണി. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? അടുത്ത വാക്ക് എല്ലാവരും നീറ്റ് പറയാം. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകരണമേ. Fill me with the more anointing. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. Waymaker, miracle worker, promise keeper, light in the darkness, my Lord, that is who you are. You are here, you are here. Waymaker, miracle worker, promise keeper, light in the darkness, that is who you are. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 24:33 പറയുന്നത്, ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവചനങ്ങൾ വായിച്ചവർ വളരെ പ്രോത്സാഹജനകവും അനുഭവം കൊണ്ട് നിറഞ്ഞതായിട്ട് പറഞ്ഞു. പരിശുദ്ധാത്മാവേ, എന്തോ ഒരു ഒഴുക്ക് വരുന്നില്ലല്ലോ. ഒന്നും കൂടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണേ, പരിശുദ്ധാത്മാവേ നിറയണേ. ശാല ഹല 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 ഹല. പരിശുദ്ധാത്മാവേ നിറയണേ. ശാലബല ഹലബല 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 ഹലബല. പരിശുദ്ധാത്മാവേ നിറയണേ. ശാല ഹല ഹല ഹല.
പ്രവചനത്തിനായി നമുക്ക് ദാഹിക്കാം. പ്രവചനത്തിന് ദാഹമുള്ളവരെന്ന് കരമുയർത്തിയേ. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ശാലഹല ഹല ഹല ശാലഹല ഹല ഹല. Praise the Lord. Thank you, Jesus. Thank you, Lord. Shala halabala halabala. Very good, very good. Shala la 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 la. Shala la 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 la. Shala la 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 la. Waymaker, miracle worker, promise keeper, light in the darkness, my Lord. That is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my Lord. പ്രവചനം വരുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവേ എല്ലാവരും ഒന്നും കൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യില്ല. കണ്ണു കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ പ്രവേശിക്കാത്തതുമായ കാര്യങ്ങളാണ് ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കാം. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി. ഒന്നുകൂടി പ്രാർത്ഥിക്കൂ. തൊണ്ടൊന്ന് ക്ലിയർ ആക്കട്ടെ. Shalabala, halabala, halabala. Shalabala, halabala, 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 halabala. Come, Holy Spirit. ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങ് നമുക്കൊരു നിമിഷം ഈശോയെ ഒന്ന് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രാജാക്കന്മാർ ഈശോയെ ആരാധിക്കാൻ വന്നു.
മിശിഹാ കർത്താവേ, മാനവരക്ഷകനെ, നരന് വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി സ്തുതിക്കുന്നു പരിശുദ്ധൻ. ഹലബല 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 ഹലബല. പ്രവചനം വരുന്നു. എന്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം, ഞാനാകുന്നു പ്രകാശം, ഞാനാകുന്നു പ്രകാശം. ഒരു വ്യക്തിയാണ്, ഞാൻ തന്നെയാണ് പ്രകാശം. ഞാൻ പ്രകാശമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ പ്രകാശത്തിൽ നിങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ പ്രകാശം പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മാമോദിസായിലൂടെ നിങ്ങളെല്ലാം പ്രകാശത്തിൻ്റെ മക്കൾ മാത്രമല്ല, പ്രകാശം തന്നെയായിരിക്കുന്നു. എന്റെ അത്യത്ഭുതകരമായ ശക്തി, പ്രപഞ്ചത്തിനെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന ശക്തി, പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന, അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാക്കിയ, അന്ധകാരത്തിൽ നിന്നും പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ശക്തി നിങ്ങളിലുണ്ട് മക്കളെ, നിങ്ങളിലുണ്ട്. നിങ്ങളിൽ ഞാൻ ജ്ഞാനസ്നാനത്തിലൂടെ തന്നെ അവയെല്ലാം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ജ്വലിക്കുവിൻ, ജ്വലിക്കുവിൻ, ആ പ്രകാശത്തിൽ ജ്വലിക്കുവിൻ. ആ പ്രകാശം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ, ആ പ്രകാശം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ആ പ്രകാശം നിങ്ങളെ മഹത്വീകരിക്കട്ടെ. എൻ്റെ അത്യഗാധമായ രഹസ്യങ്ങളെ, എൻ്റെ അത്യഗ്രാഹ്യമായ രഹസ്യങ്ങളെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഞാൻ പകരുന്നു, ഞാൻ പകരുന്നു. ഇതാ ഇന്ന് തന്നെ എൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പ്രവാചകരായി നിങ്ങൾ മാറുന്നു. എൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പ്രഘോഷകരായി നിങ്ങൾ മാറും. എൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പ്രവർത്തകരായി നിങ്ങൾ മാറും. ഞാനാകുന്നു സർവവും, ഞാനാകുന്നു സർവാധിപൻ. എൻ്റെ സർവാധിപ ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ ഓരോ ദിവസവും തുറക്കണം. ഓരോ ദിവസവും നിങ്ങൾ തന്നെ അതിൽ നിന്ന് പാനം ചെയ്യണം. വരുവിൻ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ, അവൻ എന്നിൽ നിന്ന് പാനം ചെയ്യുവിൻ. അവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ലോകം മുഴുവനിലേക്കും അതൊഴുകും. നിങ്ങളിൽ കുടികൊള്ളുന്ന ആ ജീവജലത്തിൻ്റെ ഉറവിടം തന്നെയാണ്. ജീവജലത്തിൻ്റെ ഉറവിടത്തെ നിങ്ങളുടെ ആത്മാവിൽ ഞാൻ നൽകിയിരിക്കുന്നു. ഉറവിടത്തെ തന്നെ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുക, വിശ്വസിക്കുവിൻ, ഇത് വിശ്വസിക്കുവിൻ. ഉറവിടത്തെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ നട്ടിരിക്കുന്നു. ഉറവിടത്തെ തന്നെ. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന വിശ്വാസം. ഒരു കടുകയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ മരത്തോട് ഇവിടെ നിന്ന്
പിഴുത് കടലിൽ വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കുമെന്നതിൻ്റെ അർത്ഥം ഞാൻ തന്നെയാകുന്ന ഉറവിടത്തെ നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ആത്മാവാകുന്ന ആ കടലിൽ ഞാൻ നടും. നിങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഓരോരുത്തരിലും ഞാൻ അത് നടും. ഓരോരുത്തരിലും അത് കുടികൊള്ളും. ഓരോരുത്തരിലും എൻ്റെ പ്രകാശം കുടികൊള്ളുമ്പോൾ ലോകം മുഴുവൻ പ്രകാശിക്കപ്പെടും. ഓരോരുത്തരും എൻ്റെ ജീവജലത്തിൻ്റെ ഉറവ തന്നെ കുടികൊള്ളുമ്പോൾ അവ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കും, ലോകം മുഴുവനെയും ശക്തീകരിക്കും. ലോകം മുഴുവനിലേക്കും എൻ്റെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളുടെ പ്രവാഹമുണ്ടാകും. പ്രകാശിക്കുവിൻ, 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 പ്രവഹിക്കുവിൻ, പ്രവഹിക്കുവിൻ, പ്രവഹിക്കുവിൻ. പ്രചോദിപ്പിക്കുവിൻ, പ്രചോദിപ്പിക്കുവിൻ, പ്രചോദിപ്പിക്കുവിൻ. പ്രവർത്തിക്കുവിൻ, പ്രവർത്തിക്കുവിൻ, പ്രവർത്തിക്കുവിൻ. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആദിയും അന്തവും ആൽഫായും ഒമേഗായുമായ ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. Praise the Lord. തീർന്നിട്ടില്ലെന്നാ തോന്നുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഞാൻ വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യും. ഞാൻ അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ നടത്തും, അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ നടത്തും. സഭ മുഴുവനിലും വിസ്മയനീയ കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ചെയ്യും. വിസ്മയനീയത, വിസ്മയനീയത, വിസ്മയനീയതയെ നിങ്ങൾ അന്വേഷിക്കുവിൻ, വിസ്മയനീയതയെ തേടുവിൻ, വിസ്മയനീയതയ്ക്ക് വേണ്ടി ദാഹിക്കുവിൻ. വിസ്മയനീയമായ കാര്യങ്ങൾ നിങ്ങളിലൂടെ ഞാൻ ചെയ്യും. ആമേൻ, 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 ആമേൻ. Praise the Lord. Praise the Lord. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്നലെ CCCയുടെ മധ്യ കിട്ടിയൊരു സാക്ഷ്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലൈവായിട്ട് എനിക്ക് കൂടാൻ കഴിഞ്ഞില്ല, പിന്നെ റെക്കോർഡായിട്ടുള്ള ക്ലാസ്സിലാണ് പങ്കെടുത്തത്. 1 മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിന് എനിക്കും കണ്ണിന് അസുഖമായിട്ട് ചികിത്സയിലായിരുന്നു. മരുന്നുകളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നെങ്കിലും രോഗം കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലാസ് കൂടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കർത്താവേ ഞങ്ങൾക്ക് സൗഖ്യം തരണേ, രോഗശാന്തിയുടെ അടയാളം പറയുമ്പോൾ ഞങ്ങളുടെ രോഗത്തിൻ്റെ അടയാളം കൂടി മെസ്സേജ് പറയണേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു.
ഇന്നലെ CCCയുടെ മധ്യത്തിൽ കണ്ണ് സുഖപ്പെടുത്തുന്നു ബ്രദർ പറഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഷൈനി ദേവസ്യ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ ആ സാക്ഷ്യമാണിത്. അങ്ങനെ പല സാക്ഷ്യങ്ങളുണ്ട്. ചിലതൊക്കെ ഞാൻ പറയുന്നുണ്ട്, ചിലത് ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ പ്രവചന മധ്യേ ഉണ്ടായ സൗഖ്യം നമുക്ക് കർത്താവിനോട് ചോദിക്കാം. ഇന്നലെ ഇവിടുത്തെ ശുശ്രൂഷയുടെ മധ്യത്തിലും പ്രവചന സമയത്ത് വലിയ സൗഖ്യങ്ങളുണ്ടായി. അതപ്പോൾ തന്നെ എല്ലാവരും സാക്ഷ്യപ്പെടുത്തി. കർത്താവ് സംസാരിക്കുമ്പോൾ അതിനെ സ്ഥിരീകരിക്കുകകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൗഖ്യങ്ങൾ നൽകുന്നത്. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സൗഖ്യം ആദ്യം കാണുന്നത് ശക്തമായ തലവേദന മാറുന്നു. രണ്ടാമത് നടുവേദന മാറുന്നു. മൂന്നാമത് കരൾ വേദന മാറുന്നു. കരളിൻ്റെ അസുഖം. കരൾ എന്ന് പറഞ്ഞാൽ എന്താ? ലിവറാണോ? കരൾ എന്ന് പറഞ്ഞാൽ ലിവറായിരിക്കും അല്ലേ? കരൾ. വായോ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് അധികം സമയം ഇപ്പോൾ ക്ലാസ് എടുക്കാൻ നമുക്ക് സമയമില്ല. എന്നാലും നമ്മൾ കമ്പ്യൂട്ടറുകളൊക്കെ താനെ ഓഫായി പോകണം. എനിക്കറിയില്ല. ലിവർ, താങ്ക് യു. ലിവർ സംബന്ധമായ അസുഖത്തിൽ നിന്ന് കർത്താവ് ആരോ സൗഖ്യപ്പെടുത്തുന്നു. ലിവർ ശബ്ദമായിട്ടാണ് ഇങ്ങനെ കേട്ടത്. കരൾ വേദന മാറുന്നു. കർത്താവേ നന്ദി. കർത്താവേ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മാമോദീസ. നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് വളരെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പ്രവചനമുണ്ടായതെങ്കിലും പ്രവചനം വളരെ ശക്തമായും ആ പ്രവചനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനിലും തരംഗമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും പ്രവചനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനിലും. ആയിരത്തി 225 അതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. 1220 ക്രിസ്തുവിൻ്റെ പെസഹായിൽ എല്ലാ മനുഷ്യർക്കും മാമോദീസായുടെ ഉറവ തുറന്നു കൊടുത്തു. അതാണ് ക്രിസ്തുവിൻ്റെ പെസഹായിൽ എല്ലാ മനുഷ്യർക്കും മാമോദീസായുടെ ഉറവ തുറന്നു കൊടുത്തു. വാസ്തവത്തിൽ താൻ ജെറുസലേമിൽ സഹിക്കാനിരുന്ന പീഡാസഹനത്തെപ്പറ്റി താൻ മുങ്ങേണ്ടിയിരുന്ന ഒരു മാമോദീസ എന്ന നിലയിൽ അവിടെ നിന്ന് മുൻപേ പറഞ്ഞിരുന്നു. ക്രൂശിതനായ യേശുവിൻ്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും പുതിയ ജീവിതത്തിൻ്റെ കൂദാശകളായ മാമോദീസായുടെയും കുർബാനയുടെയും പ്രതിരൂപങ്ങളായിരുന്നു. അപ്പോൾ മുതൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ജലത്താലും ആത്മാവിനാലും ജലിക്കുക എന്നത് സാധ്യമായി തീർന്നു. അപ്പോൾ മുതൽ
ഒന്നുകൂടി വായിക്കാം. ക്രിസ്തു തൻ്റെ പെസഹായിൽ 1225 എല്ലാ മനുഷ്യർക്കും മാമോദീസായുടെ ഉറവ തുറന്നുകൊടുത്തു. വാസ്തവത്തിൽ താൻ ജെറുസലേമിൽ സഹിക്കാനിരുന്ന പീഡാസഹനത്തെപ്പറ്റി, താൻ മുങ്ങേണ്ടിയിരുന്ന മാമോദീസ എന്ന നിലയിൽ അവിടുന്ന് മുമ്പേ പറഞ്ഞിരുന്നു. ക്രൂശിതനായ യേശുവിൻ്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും പുതിയ ജീവിതത്തിൻ്റെ കൂദാശകളായ മാമോദീസായുടെയും കുർബാനയുടെയും പ്രതിരൂപങ്ങൾ ആയിരുന്നു. അപ്പോൾ മുതൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് സാധ്യമായിത്തീരുന്നു. ഇനി വിശുദ്ധ അംബ്രോസിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. നീ എവിടെയാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് കാണുക. ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്നും, ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്ന്. അല്ലാതെ എവിടെ നിന്നാണ് മാമോദീസ വരുന്നത്? അവിടെയാണ് രഹസ്യം മുഴുവനും. അവിടുന്ന് നിനക്കായി മരിച്ചു, അവിടുന്ന് നീ വീണ്ടെടുക്കപ്പെട്ടു, അവിടുന്ന് നീ രക്ഷിക്കപ്പെട്ടു. വിശുദ്ധ അംബ്രോസ്. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ലൂക്ക 12:50. ലൂക്ക 12:49 ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നതെന്ന് പറയണം. സൈഡ് പാരഗ്രാഫ് 766. സഭ ജനിക്കുന്നത് സൈഡ് പാരഗ്രാഫ് 766. ഇത് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും എത്ര വായിച്ചാലും മതിയാവില്ല. സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാകുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ്. സമ്പൂർണമായ ആത്മദാനം. ആത്മദാനം. വായിക്കുമ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ ഡോമിനം ബിഫിക്കാന്തത്തിൽ പാരഗ്രാഫ് 10, 11 പറയുന്നത്, ഈശോ പറഞ്ഞു, ഞാൻ പോയാലേ അവൻ വരികയുള്ളൂ. ഞാൻ പോയാലേ പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ വരികയുള്ളൂ. സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാകുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ്. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും സഭയുടെ ഉദ്ഭവത്തെയും വളർച്ചയും പ്രതീകാത്മകമായി സൂചിപ്പിച്ചു. എന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായ കൂദാശ ബഹിർഗമിച്ചത്. സഭ ഒരു വിസ്മയനീയമായ കൂദാശയായിട്ടാണ് പറയുന്നത്. സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായ കൂദാശ
ബഹിർഗമിച്ചത്. ഉറങ്ങുന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ രൂപവത്കരിക്കപ്പെട്ടതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട മരിച്ച ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത്. വിശുദ്ധാംബ്രോസ് Praise the Lord, praise the Lord. മാമോദീസ സഭയിൽ 1226 ബാപ്റ്റിസം ഇൻ ദ ചർച്ച് 1226 പന്തക്കൊസ്താ ദിവസം മുതൽ സഭ പരിശുദ്ധ മാമോദീസ ആഘോഷിക്കുകയും നൽകുകയും ചെയ്തിരുന്നു. തൻ്റെ പ്രഭാഷണം കേട്ട് വിസ്മയഭരിതരായ ജനക്കൂട്ടത്തോട് വിശുദ്ധ പത്രോസ് പ്രഖ്യാപിച്ചു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പസ്തോലന്മാരും അവരുടെ സഹപ്രവർത്തകരും യേശുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഇത് ലഭിക്കും. അയാൾ യഹൂദനെന്നോ ദൈവഭയമുള്ളവനോ വിജാതീയനോ ആര് തന്നെ ആയാലും മാമോദീസ നൽകുന്നു. മാമോദീസായെ എപ്പോഴും വിശ്വാസത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് കണ്ടിരുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ഫിലിപ്പിയായിലെ തടവറക്കാരനോട് വിശുദ്ധ പൗലോസ് പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ ആ തടവറക്കാരനും അവൻ്റെ കുടുംബം മുഴുവനും മാമോദീസ സ്വീകരിച്ചുവെന്ന് ആ വിവരണത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. സൈഡ് പാരഗ്രാഫ് 800 അവിടെ സൈഡ് പാരഗ്രാഫ് 842 കൊടുത്തേക്കണത്. ഇവിടെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ 849 പറയുന്നത്. ഇനി അത് എന്താണ് 840 സൈഡ് പാരഗ്രാഫ് 1226 സൈഡ് പാരഗ്രാഫ് എത്രയാ? ഒന്ന് നോക്കിയേ. താങ്ക് യു പ്രിൻസി, താങ്ക് യു.
849 മേരി ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കുന്നത് അല്പം വ്യത്യാസമുണ്ട്. ഇപ്പോൾ എന്നാലും അത് വായിച്ച് കുഴപ്പമില്ല. പ്രൈസ് ദ ലോർഡ്. Praise the Lord. Thank you, Princey. Thank you. Hallelujah, hallelujah, hallelujah. നമുക്ക് പ്രവചനം ഒന്നുകൂടി കേൾക്കാം. പ്രവചനം പ്രിൻസി എഴുതുന്നതോടൊപ്പം നമുക്ക് വായിച്ചു പോകാം. താങ്ക് യു പ്രിൻസി. പ്രവചനം നമുക്ക് വായിച്ചു പോകാം. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ഞാനാകുന്നു പ്രകാശം. പ്രകാശം ഒരു വ്യക്തിയാണ്. ഞാൻ തന്നെയാണ് പ്രകാശം. ഞാൻ പ്രകാശമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ പ്രകാശത്തിൽ ഞാൻ നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ പ്രകാശം പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മാമോദീസായുടെ പ്രിൻസി അവിടെ മാമോദീസായിലൂടെ എന്നാണ്. മാമോദീസായിലൂടെ നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെ മക്കൾ മാത്രമല്ല, പ്രകാശം തന്നെയായിരിക്കുന്നു. പ്രകാശം തന്നെയായിരിക്കുന്നു. അത് 1216. എൻ്റെ അത്യത്ഭുതകരമായ ശക്തി, പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന ശക്തി, പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന, അന്ധകാരത്തെ പ്രകാശമാക്കിയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ശക്തി നിങ്ങളിലുണ്ട് മക്കളെ. നിങ്ങളിൽ ഞാൻ ജ്ഞാനസ്ഥാനത്തിലൂടെ തന്നെ അവയെല്ലാം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജ്വലിക്കുവിൻ, ആ പ്രകാശത്തിൽ ജ്വലിക്കുവിൻ. ആ പ്രകാശം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ആ പ്രകാശം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആ പ്രകാശം നിങ്ങളെ മഹത്വീകരിക്കട്ടെ. എൻ്റെ അത്യഗാധമായ രഹസ്യങ്ങളെ, എൻ്റെ അത്യഗ്രാഹ്യമായ രഹസ്യങ്ങളെ നിങ്ങളിലേക്ക് ഞാൻ പകരുന്നു. ഇതാ ഇന്ന് തന്നെ എൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പ്രവാചകരായി നിങ്ങൾ മാറും. എൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പ്രഘോഷകരായി നിങ്ങൾ മാറും. എൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പ്രവർത്തകരായി നിങ്ങൾ മാറും. ആമേൻ, ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് തന്നെ, ഇന്നത്തെ ശുശ്രൂഷ ഇതൊക്കെ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനാകുന്നു സർവവും, ഞാനാകുന്നു സർവാധിപൻ. എൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ പ്രവർത്തകരായി നിങ്ങൾ മാറും. ഞാനാകുന്നു സർവവും, ഞാനാകുന്നു സർവാധിപൻ. എൻ്റെ സർവാധിപ ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങൾ ഓരോ ദിവസവും തുറക്കണം. ഓരോ ദിവസവും നിങ്ങൾ തന്നെ അതിൽ നിന്ന് പാനം ചെയ്യണം. വരുവിൻ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ. അവർ എന്നിൽ നിന്ന് പാനം ചെയ്യുവിൻ. അവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അത് ലോകം മുഴുവനിലേക്ക് ഒഴുകും. നിങ്ങളിൽ കുടികൊള്ളുന്നവൻ ആ ജീവജലത്തിൻ്റെ ഉറവിടം തന്നെയാണ്. നിങ്ങളിൽ കുടികൊള്ളുന്നവൻ ആ ജീവജലത്തിൻ്റെ ഉറവിടം തന്നെയാണ്. ജീവജലത്തിൻ്റെ ഉറവിടത്തെ നിങ്ങളുടെ ആത്മാവിൽ ഞാൻ നൽകിയിരിക്കുന്നു. ഉറവിടത്തെ തന്നെ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുവിൻ. ഉറവിടത്തെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ നൽകിയിരിക്കുന്നു.
അതാണ് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം. ഒരു കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ മരത്തോട് ഇവിടെ നിന്നും വിഴുത് കടലിൽ വേര് പാകുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ തന്നെയാകുന്ന ഉറവിടത്തെ നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ആത്മാവാകുന്ന ആ കടലിൽ നടും. നിങ്ങളിലും ലോകം മുഴുവനിലും ഓരോരുത്തരിലും ഞാൻ അത് നടും. ഓരോരുത്തരിലും അത് കുടികൊള്ളും. ഓരോരുത്തരിലും എൻ്റെ പ്രകാശം കുടികൊള്ളുമ്പോൾ ലോകം മുഴുവൻ പ്രകാശിക്കപ്പെടും. ഓരോരുത്തരിലും എൻ്റെ ജീവജലത്തിൻ്റെ ഉറവ തന്നെ കുടികൊള്ളുമ്പോൾ അവൻ ലോകം മുഴുവനെയും ശുദ്ധീകരിക്കും, ലോകം മുഴുവനെയും ശക്തീകരിക്കും. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇല്ല, ലോകം മുഴുവനിലേക്കും എൻ്റെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളുടെ പ്രകാശമുണ്ടാകും. പ്രകാശിക്കുവിൻ, 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 പ്രവഹിക്കുവിൻ, 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 പ്രചോദിപ്പിക്കുവിൻ, 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 പ്രവർത്തിക്കുവിൻ, പ്രവർത്തിക്കുവിൻ, പ്രവർത്തിക്കുവിൻ. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആദിയും അന്തവും ആൽഫായും ഒമേഗയുമായ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ. എൻ്റെ മക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. ഞാൻ വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യും. ഞാൻ അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ നടത്തും. അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ നടത്തും. സഭ മുഴുവനും വിസ്മരണീയമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലൂടെ ചെയ്യും. വിസ്മരണീയത, വിസ്മരണീയത, വിസ്മരണീയതയെ നിങ്ങൾ അന്വേഷിക്കുവിൻ. വിസ്മരണീയതയെ തേടുവിൻ. വിസ്മരണീയതയ്ക്ക് വേണ്ടി ദാഹിക്കുവിൻ. വിസ്മരണീയമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലൂടെ ചെയ്യും. ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ബാക്കി നാളെ പഠിക്കാം. ഈ 849 നമുക്ക് നാളെ എടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം നിർത്താൻ തോന്നുകയാണ്. എൻ്റെ ഷുഗർ എന്തോ. ഇന്ന് നമുക്ക് കറ്റേനാവിടയാ ഇന്ന് വേണ്ടാന്ന് വയ്ക്കാം. നമുക്ക് നാളെ എടുക്കാം. കറ്റേനാവിടയാ ഇന്ന് ക്യാൻസലാക്കണം കേട്ടോ. ഞാൻ കുറച്ചു നേരം ഇന്നത്തെ പകല്, ഇന്ന് അവസാന ദിവസമാണ്. അപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനൊന്ന് ഒരുങ്ങട്ടെ. ഇന്ന് കറ്റേനാവിടയ നമുക്കിന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ അത് നാളെ ചെയ്യാം. എല്ലാവർക്കും സ്തുതി. താങ്ക് യു പ്രിൻസി, താങ്ക് യു മിനി. ഞാൻ കുറച്ചു നേരം ഒന്ന് പോയി കിടക്കട്ടെ, ഒന്ന് ഉറങ്ങട്ടെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കട്ടെ കേട്ടോ. നിങ്ങളും പ്രാർത്ഥിക്കൂ. പ്രൈസ് ദ ലോർഡ്. ഈ പ്രവചനം ഇന്ന് തന്നെ നടക്കും. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഈ ഉഷാമേരി എവിടെ നിന്നാണ്? ഉഷാമേരി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഇല്ലെങ്കിൽ വാട്സപ്പിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ. 00919447196033. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഈ ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നടക്കാനും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.